ഇനിയില്ല മുറ്റത്തെ തൈമാവ്. പച്ചപ്പാണിൻ്റെ സന്തോഷം എന്ന ചാനലിലെ ഒരു സങ്കടകരമായ കാഴ്ചയിലേക്ക് ഏവർക്കും സ്വാഗതം. വർഷങ്ങളായി തിരുമുറ്റത്ത് തണലേകിയും കൊച്ചുമകനും എനിക്കുമൊക്കെ കൊച്ചു പാർക്കായുമൊക്കെ ഞങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരുന്ന തണൽ വൃക്ഷമായ തൈമാവ്, അത്യാവശ്യം മാമ്പഴങ്ങളുമൊക്കെ തന്നുകൊണ്ടിരുന്ന തൈമാവ് ഇനി ഓർമ്മയാകുകയാണ്. മറ്റൊന്നുമല്ല, ഇത്തിക്കണ്ണികൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പലരെയും പറഞ്ഞു കേട്ടിട്ടുണ്ട്. മറ്റുള്ളവരുടെ കറ ഊറ്റി കുടിച്ച് തഴച്ചു വളരുന്ന ഇത്തിക്കണ്ണി ക്രമാതീതമായി വളർന്നതുകൊണ്ടും മാവിൻ്റെ തടിക്ക് വണ്ണം വച്ചതുകൊണ്ടും തൻ്റെ ചുറ്റുമതിൽ പൊട്ടി വീഴാൻ തുടങ്ങുന്നതുകൊണ്ടും അവനെ ഇല്ലായ്മ ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. വലിയ സങ്കടമുള്ള കാര്യമാണ് എങ്കിലും നിവൃത്തികേടുകൊണ്ട് ഇന്ന് അതിനെ അവസാനം വരുത്താനുള്ള ദിവസമാക്കി മാറ്റി. കാലത്തെ തന്നെ സ്നേഹിതനായ അമീർ പണിയായുധങ്ങളുമൊക്കെയായി വന്ന് അതിൻ്റെ പിന്നാലെ ഞങ്ങൾ കൂടുകയാണ്. ഈ കാണുന്ന വലിയ ഇത്തിക്കണ്ണി കൂട്ടങ്ങൾ മാവിനെ കുറെ കാലമായി ആക്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനാൽ അതിൻ്റെ കാവലവും ഒക്കെ നിന്നുപോയിരുന്നു. തന്നെയുമല്ല, ക്രമാതീതമായി വളർന്നതിനാൽ ഞാൻ പറഞ്ഞതുപോലെ അത്യാവശ്യം ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് കൊണ്ട് ഇതിനൊരു തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. മുറ്റത്തൊരു പച്ചപ്പ് നിലനിൽക്കുന്നത് എപ്പോഴും സന്തോഷകരവും രസകരവുമായ കാര്യമായിരുന്നു. പക്ഷേ നിവൃത്തികേടാണ് ഇതിന് കാരണം. 11 മണിയോടുകൂടി ഏതാണ്ട് ശിഖരങ്ങളൊക്കെ പൂർണ്ണമായ തോതിൽ ഞങ്ങൾ ഇറക്കി അടുത്ത സ്റ്റെപ്പിലേക്ക് കാര്യങ്ങൾ നീക്കുകയാണ്. 2-3 ദിവസങ്ങളായി അത്യാവശ്യം ചില ചില്ലറ പണികളൊക്കെയായി വീട്ടിൽ കൂടിയത് കൊണ്ട് മറ്റ് വീഡിയോകളിലേക്കൊന്നും കടക്കാൻ സമയം കിട്ടിയിട്ടില്ല. സഞ്ചാരങ്ങൾ മെല്ലെ കുറഞ്ഞു പോയിരിക്കുന്നു. ഇനിയും സഞ്ചാരങ്ങളിലേക്ക് കടക്കണം. 2-3 ദിവസങ്ങൾ കൂടി ഇത്തരത്തിൽ ചില അല്ലറ ചില്ലറ മെയിൻ്റനൻസ് പണികളുമായി വീട്ടിൽ കൂടിയിരിക്കുന്നത് കൊണ്ട് മറ്റു വിശേഷങ്ങളിലേക്കൊക്കെ പോകാൻ സമയം കിട്ടിയിട്ടില്ല. ഈ കാണുന്നതാണ് ഇത്തിക്കണ്ണികൾ. ഇത്തിക്കണ്ണികളെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ചില മനുഷ്യരും ഇത്തരത്തിൽ മറ്റുള്ളവരുടെ ഓരം പറ്റി ജീവിക്കുന്നവരുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വിമാനം തൊട്ടരികിലൂടെ പോകുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടുകയാണ്. കാലടി അടുത്തായതുകൊണ്ട് വിമാനങ്ങളുടെ ഒരു സർവീസ് പാതയാണ് ഏതു നേരവും ഈ റൂട്ട്. അങ്ങനെ വിമാനത്തിൻ്റെ എരമ്പലും അറക്കവാളിൻ്റെ ഒച്ചയുമൊക്കെയായി ഞങ്ങൾ ഈ പകൽ കഴിച്ചു കൂട്ടുകയാണ്. മാവ് പൂർണ്ണമായ തോതിൽ ശിഖരങ്ങൾ വീണ് കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്ത അംഗം അതിൻ്റെ ചുവട് മറിക്കുക എന്നുള്ളതാണ്. അങ്ങനെ അതിന് വേണ്ടുന്ന തരത്തിൽ എല്ലാവരും ആ ഒരു കാഴ്ച, സങ്കടകരമായ കാഴ്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു. അങ്ങനെ അവസാനമായി മുറ്റത്തെ തൈമാവ് എന്നേക്കുമായി മറിഞ്ഞു വീഴുകയാണ്. അവൻ അവിടെ നിന്ന് ഇല്ലായ്മയായി പോവുകയാണ്. ഇനിയും മറ്റു വൃക്ഷങ്ങൾ ചെടികളുമൊക്കെ ഉള്ളതുകൊണ്ട് അത്തരമൊരു ശാന്തിയും സമാധാനവും അവരിൽ നിന്ന് കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടെ അവനെ ഞങ്ങൾ പീസാക്കി ആ അധ്യായം അവിടെ അവസാനിപ്പിക്കുകയാണ്. പച്ചപ്പാണിൻ്റെ സന്തോഷം ഇത്തരം ചില കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ എന്തിനാണ് ഇത്തരം കാഴ്ചകൾ എന്നുള്ളതിൻ്റെ പ്രകൃതിയും പച്ചപ്പും മനുഷ്യവാസവുമൊക്കെ ഇതെല്ലാം കൂട്ടിയിണങ്ങിയതാണല്ലോ. ചെടികളും മരങ്ങളുമാണല്ലോ നമുക്ക് ആശ്വാസം നൽകുന്നത്. എന്നാൽ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്നെ കാണുകയും കേൾക്കുകയും ചെയ്ത നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കാണുകയും കേൾക്കുകയും ചെയ്ത നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി പറഞ്ഞുകൊണ്ട് പച്ചപ്പാണിൻ്റെ സന്തോഷം ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോ വരുന്നതേക്കും ഏവർക്കും ഗുഡ് ബൈ.